കുറേ ദിവസമായിട്ട് ഈ വിത്തുകളൊക്കെ മേടിച്ചിട്ട്, പക്ഷേ ഇതുവരെ കുഴിച്ചിടാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കിത് കുഴിച്ചിടാം കേട്ടോ. അപ്പോൾ എനിക്ക് 3 വിത്തായിട്ട് കിട്ടി. ഒരു പാക്കറ്റിൽ 100 വിത്തിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് ഞാൻ അതിലുള്ളതാണ് കേട്ടോ ഈ 3 വിത്ത്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഇതിൻ്റെ നടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു കുഴിയും ഒരു സൈഡ് ഒരു കൂർപ്പുണ്ട്. ആ കുഴിയുള്ള സൈഡ് ഉറച്ചിട്ട് ഒരു ക്രീം കളർ പോലെ കാണണം കേട്ടോ. കുറേയൊക്കെ നേരെ ഉറച്ച് ഭ്രാന്ത് വന്നിട്ട് അവസാനം ചെറിയൊരു കണ്ടപ്പോൾ ഞാൻ നിർത്തിയിട്ട് അങ്ങനെ ഉറച്ച് ഇതാ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇനി ഒരു 3-4 ദിവസത്തിനുള്ളിൽ മുള വരുന്നതാണ് അറിയുന്നത്. അപ്പോൾ മുള വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയേക്കാം. താമരയൊക്കെ വീടുകളിൽ കാണുന്നത് നല്ല ഭംഗിയാണല്ലോ വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ വലിയൊരു പോട്ടിലിട്ടിട്ട് ചളിയും ചാണകപ്പൊടി അങ്ങനത്തെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് പിന്നെ പൂവൊക്കെ ഉണ്ടാവും വെച്ചാൽ അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് മുള വന്ന് കാണാം. പിന്നെ ബാക്കി എൻ്റെ ഗാർഡനിൽ കുറച്ച് ചെടികളൊക്കെ വന്ന് കാണാം. കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ഗാർഡൻ കയറിക്കാണ്. പിന്നെ ഇത് മുളക്കാൻ വെക്കുന്ന ആ വെള്ളത്തിലില്ലേ, ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കൊട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടുന്ന ഭാഗത്തായിട്ട് മുളപ്പിച്ച് വെക്കണേ. പിന്നെ ഒരുവിധം ചെടികളൊക്കെ പൊയ്ക്കണം, എന്നാലും ബാക്കിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ റോസിൽ ചെറിയൊരു കേട് വന്നിരിക്കുന്നു. ഈ 10 മണിക്ക് കോഴികൾ നിരങ്ങിയിട്ടാണ് ഈ വക കാട്ടിൽ കാട്ടിക്കുന്നത്. എന്താ ചെയ്യുക. പിന്നെ റോസിൻ്റെ മുട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതിനിപ്പോൾ എന്താ ഒരു പ്രതിവിധി? എന്തെങ്കിലുമൊക്കെ കലക്കി ഒഴിക്കേണ്ടി വരും യൂട്യൂബ് നോക്കിയിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.